അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ കേരള ഫെസ്റ്റ് പുരോഗമിക്കുന്നു. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിലാണ് പരിപാടി. മാധ്യമ മേഖലയിലെ ചലനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വാർത്താ തലക്കെട്ടുകൾ സൃഷ്ടിയും അവതരണവും എന്ന വിഷയത്തിലായിരുന്നു പരിപാടി നടന്നത്. അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലിങ്ങൽ മോഡറേറ്ററായ പരിപാടിയിൽ 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെ മുഖ്യധാര മാധ്യമരംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. പരമ്പരാഗത മാധ്യമ വിമർശനങ്ങൾക്കൊപ്പം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന പടച്ചുവിടുന്ന വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നും അതിനെ കൂടി കരുതിയിരിക്കണമെന്നും ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞു. പരമ്പരാഗതമായ മാധ്യമ വിമർശനം മാത്രം ഇക്കാലത്ത് വിലപ്പോവില്ല എന്നൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതിന് പകരമായി എന്താണ് വെക്കുന്നത്? ശരി, ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മൊത്തം വിശ്വാസ്യതാ പ്രശ്നമാണ്. അതിനെ മാറ്റി നിർത്തി അക്കൂട്ടർ പകരം വെക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഏത് സോഷ്യൽ മീഡിയ? ഈ പറയുന്ന വ്യാജങ്ങളും കള്ളവാർത്തകളും മലവെള്ളം പോലെ കുത്തിവരുന്ന സോഷ്യൽ മീഡിയ ആണ് ഇതിന് പകരമായി അവിടെ കൊണ്ടുവെക്കുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരാൻ പോവുകയാണ്. എഴുതി വെച്ചോ, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശികമായ നേതാക്കൾ, അവർ മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന മട്ടിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പിടി അവതാരന്മാർ അവതരിക്കാൻ പോകുന്നു. അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, അത് ചെക്ക് നടക്കില്ല. ഒന്നും നടക്കാത്ത രീതിയിൽ വ്യാജങ്ങളുടെ കുത്തൊഴുക്ക് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് അതിനെ മാറ്റി അവിടെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസികളും പ്രവാസി പ്രസ്ഥാനങ്ങളും നൽകിയ സംഭാവനകളും കേരളം പോലെ ഇത്രയധികം വാർത്താബോധമുള്ള മറ്റൊരു സമൂഹം ഇന്ത്യയിൽ വേറെയില്ല എന്നും ഓരോ മാധ്യമ പ്രവർത്തകരും പ്രത്യേകം പരാമർശിച്ചു. കേരളം ഇന്നും മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനമായി നിൽക്കുന്നതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല. ഇത്രമാത്രം വാർത്താബോധമുള്ള, ഇത്രമാത്രം പൗരബോധമുള്ള, ഇത്രമാത്രം പ്രതികരണശേഷിയുള്ള മറ്റൊരു സമൂഹം ഇന്ത്യയിലില്ല എന്നുള്ളത് മാത്രമാണ്. പ്രേക്ഷകർ എന്ന പൊതുസംജ്ഞയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നു. അതിൽ പല വിഭാഗങ്ങളുണ്ടാകാം, പല തരത്തിലുള്ള രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവർ, പല വിഭാഗങ്ങളിൽ, മതവിഭാഗങ്ങളിലും ജാതികളിലും ഒക്കെ പെട്ട ആളുകൾ, പല സാമ്പത്തിക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ടാകാം. എല്ലാവർക്കും തന്നെ മാധ്യമങ്ങളെക്കുറിച്ച് ഒരു അഭിപ്രായം രൂപീകരിക്കാനും ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു എന്ന ചോദ്യം ഉന്നയിക്കാനുമുള്ള അവകാശമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 19(1)A എന്ന അനുച്ഛേദത്തിലൂടെ മാധ്യമങ്ങൾക്കും നൽകപ്പെട്ടിരിക്കുന്നത്. നിരന്തരമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയും പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് നമുക്ക് തെറ്റാതെ വാർത്ത കൊടുക്കാൻ കഴിയുമോ എന്ന വെല്ലുവിളി ഓരോ ദിവസം ഏറ്റെടുക്കാനും ഈ മേഖലയിലുള്ളവർ തയ്യാറാകുന്നതാണ് എൻ്റെയും നിങ്ങളുടെയും സന്തോഷം. നമുക്കൊരിടത്തു തെറ്റി, ശരി തെറ്റി, അവിടെ നിന്ന് നമുക്ക് തിരുത്താം, ശരി തിരുത്താം. അങ്ങനെ തിരുത്താനും ആവർത്തിക്കാതിരിക്കാനും കഴിയുന്ന, നല്ല തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന പ്രേക്ഷകരും മാധ്യമങ്ങളും ഉണ്ട് എങ്കിൽ ഒരാൾക്കും ഒരധികാരത്തിനും നമ്മുടെ മുകളിൽ ഈ പറയുന്ന ദൈവദത്തമാണ്, ഞങ്ങളാണ് നിങ്ങളെ പരിപാലിക്കേണ്ടത്, ഞങ്ങളിലാണ് ആ അധികാരമുള്ളത്, ഞങ്ങളാണ് നിങ്ങളെ ഭരിക്കേണ്ടത് എല്ലാ കാലത്തേക്കും എന്നൊന്നും പറഞ്ഞു വെക്കാൻ കഴിയില്ല. അപ്പോൾ മാധ്യമ പ്രവർത്തനമാണെങ്കിലും മാധ്യമ വിമർശനമാണെങ്കിലും ഇങ്ങനെ നിലനിൽക്കുന്ന, ഇങ്ങനെയെങ്കിലും സംസാരിക്കാവുന്ന, പ്രതിപക്ഷ ശബ്ദമാകാനും പ്രതിപക്ഷ ശബ്ദമാകാത്തതിന് വിമർശിക്കപ്പെടാനും കഴിയുന്നൊരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നത് കേരളത്തിലാണ് എന്നെനിക്കറിയാം. അതിനെ ഇത്രയും ഗൗരവത്തോടെ കാണുന്നത് നമ്മൾ മലയാളികളാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മലയാളികളാണ് എന്ന കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, മനോരമ ന്യൂസ് ചീഫ് ന്യൂസ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, മാതൃഭൂമി ന്യൂസ് ചീഫ് സബ് എഡിറ്റർ മാധു സജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് വേണ്ടി ഉൾപ്പെടെ ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങൾക്ക് KMCCയുടെ പിന്തുണ അറിയിച്ചാണ് പരിപാടി അവസാനിച്ചത്. കേരളത്തിലെ വിവിധ ജില്ലകളുടെ സാംസ്കാരിക പരിപാടികളും കേരളത്തിലെ തനതായ നാടൻ രുചിക്കൂട്ടുകൾ ഒരുക്കി തയ്യാറാക്കുന്ന ഫുഡ് സ്ട്രീറ്റ്, ടൂറിസം എന്നിവയുമായി ബന്ധപ്പെട്ട 30-ലേറെ വരുന്ന സ്റ്റാളുകളും ദി കേരള ഫെസ്റ്റിനോടനുബന്ധിച്ച് അബുദാബിയിൽ ഒരുക്കിയിട്ടുണ്ട്. 24 അബുദാബി.